സംസ്ഥാനത്ത് കാലവർഷം കനക്കുകയാണ്. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കേരള തീരത്ത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി ബുധനാഴ്ച രാത്രി വരെ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, കാലവർഷം കനക്കുകയാണ്. ഒരുപക്ഷെ ഈ മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, മുൻപ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോലും കനത്ത നാശനഷ്ടങ്ങളാണ് വിവിധ ജില്ലകളിൽ തന്നെ ഉണ്ടായത്. അതൊക്കെ കണക്കിലെടുത്ത് മഴക്കെടുതികൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. നിലവിൽ വടക്കൻ കേരളത്തിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 7 ജില്ലകൾക്ക് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പും ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതകളും ഉണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഈ കാലവർഷം ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ നേരത്തെ തന്നെ കാലാവസ്ഥ ഈ വർഷം സംസ്ഥാനത്ത് എത്തിയിരുന്നു. തുടർന്ന് ഒരാഴ്ച മഴ പെയ്യുകയും തുടർന്ന് മഴ ഇല്ലാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും വീണ്ടും അടുത്ത ആഴ്ച ഒരാഴ്ച പിന്നിട്ട ശേഷം വീണ്ടും തുടർച്ചയായി മഴ ലഭിക്കുകയും ചെയ്യുന്ന അങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. വീണ്ടും ഇപ്പോഴത്തെ ഒരു അലർട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് ഈ മഴ മുന്നറിയിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിൽ മഴ ശക്തമായി പെയ്യുന്നത് വടക്കൻ കേരളത്തിന്റെ മേഖലയാണ്, മലബാർ മേഖലകളിലേക്കാണ്. എറണാകുളത്തിന് വടക്കോട്ടുള്ള മേഖലകളിലാണ് ശക്തമായ മഴ പെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അത്ര ശക്തമായ മഴ ലഭിക്കുന്നുമില്ല. എന്നാൽ ഇടവിട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട്. മലയോര മേഖലകളിലൊക്കെ, തെക്കൻ കേരളത്തിന്റെ മലയോര മേഖലയിലൊക്കെ മഴ ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ശക്തമായ കാറ്റ് ഉണ്ടായിരുന്നു. കൊല്ലം, തിരുവനന്തപുരം മേഖലയിലെല്ലാം ശക്തമായ രീതിയിൽ കാറ്റ് വീശിയിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വിഷ്ണു.